വെള്ളിത്തിരയിൽ RMP നേതാവ് TP ചന്ദ്രശേഖരനായി തിളങ്ങിയ സ്വദേശി TK രമേശ് വടകര മുനിസിപ്പാലിറ്റിയിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോൺഗ്രസ് സേവാദൾ പ്രവർത്തകൻ കൂടിയായ TK രമേശ് CPIM കോട്ടയായ പാക്കയിൽ വാർഡിൽ ആണ് കോൺഗ്രസിനായി അംഗത്തിനിറങ്ങുന്നത്. കാഴ്ചയിൽ RMP നേതാവ് TP ചന്ദ്രശേഖരനുമായി അസാമാന്യമായ സാമ്യമാണ് TK രമേശിനുള്ളത്. ഇതുതന്നെയാണ് മരക്കച്ചവടക്കാരനിൽ നിന്ന് രമേശിനെ സിനിമാ നടനാക്കിയത്. മൊയ്തു താഴ്ത്ത സംവിധാനം ചെയ്ത TP 51 വെട്ട് എന്ന ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ സിനിമയിൽ TP അവതരിപ്പിച്ചത് രമേശിനായിരുന്നു. സിനിമയ്ക്ക് മുൻപും പിൻപും TP ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ശരികളോട് അടുപ്പവും ആദരവും ഉണ്ടായിരുന്നതായി രമേശൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ സ്മാരകത്തിൽ പൂക്കൾ അർപ്പിച്ചാണ് വീടു കയറിയുള്ള പ്രചാരണം രമേശൻ ആരംഭിച്ചത്. ഇന്ന് എനിക്ക് കിട്ടുന്ന ആദരവ് എല്ലാം തന്നെ TPയുടെ പാർട്ടിയോട് ചേർന്നുള്ള ആദരവാണ്. ആ ആദരവിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലപാടിലേക്ക് വരാനുള്ള സാധ്യത തെളിഞ്ഞതും അങ്ങനെയാണ് ഞാനത് ഏറ്റെടുത്തതും. വടകരയിലെ CPIM കോട്ടയായ പാക്കയിൽ ഡിവിഷനിലാണ് രമേശൻ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സേവാദളിലെ സജീവ പ്രവർത്തകൻ കൂടിയാണ് രമേശൻ. പാക്കയിൽ ഡിവിഷനിലെ വികസന മുരടിപ്പും സ്വജന പക്ഷപാതവും ചൂണ്ടിക്കാട്ടിയാണ് രമേശൻ വോട്ട് തേടുന്നത്. നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന് രമേശൻ പറയുന്നു. ഈ പ്രദേശമായിട്ട് നല്ലൊരു ബന്ധം പണ്ടേ ഉണ്ട്. ഒരു 10-62 വർഷക്കാലത്തോളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ഇവിടെ ഒരു മാറ്റം വരണം. അതെല്ലാവരോടും ഒന്ന് പറഞ്ഞ് അവരൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരുത്താനുള്ള സാഹചര്യം അവരൊക്കെ ഉണ്ടാക്കിത്തരും എന്നുള്ള ഒരു നല്ലൊരു കാഴ്ചപ്പാട് നമ്മളെ ഭാഗത്തു നിന്നുണ്ട്. TP ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാക്കിയ സിനിമയിലെ നായകൻ എന്ന നിലയിൽ പരിചിതനായ രമേശിന്റെ സ്ഥാനാർത്ഥിത്വം പ്രയോജനം ചെയ്യുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.